വിജ്ഞാനമാണ് ശക്തി എന്ന ആശയവുമായി ചേതന വിജ്ഞാന കേന്ദ്രം നെടുങ്കണ്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു. 3000-ലധികം പുസ്തകങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ എന്നിവ അടങ്ങിയ സൗജന്യ ലൈബ്രറി, കരിയർ കൗൺസിലിംഗ് സെന്റർ, മാനവ വിഭവശേഷി പരിശീലന കേന്ദ്രം, യോഗ വെൽനസ് സെന്റർ എന്നിവ ഉൾപ്പെട്ടതാണ് ചേതന വിജ്ഞാന കേന്ദ്രം. പ്രഭാഷകനും എഴുത്തുകാരനും റിട്ടയർഡ് കോളേജ് അധ്യാപകനുമായ പ്രൊഫസർ MJ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. നെടുങ്കണ്ടം കേന്ദ്രമായി ചേതന വിജ്ഞാന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. വിജ്ഞാനമാണ് ശക്തി എന്ന ആശയവുമായി പ്രഭാഷകനും എഴുത്തുകാരനും റിട്ടയർഡ് കോളേജ് അധ്യാപകനുമായ പ്രൊഫസർ ഡോക്ടർ MJ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് നെടുങ്കണ്ടം ശാന്തിനഗറിൽ ചേതന വിജ്ഞാന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. വിജ്ഞാന കേന്ദ്രത്തിൽ 3000-ലധികം പുസ്തകങ്ങൾ, നിരവധി പത്രമാസികകൾ, വാരികകൾ, മത്സര പരീക്ഷാർത്ഥികൾക്കുള്ള പ്രസിദ്ധീകരണങ്ങൾ എന്നിവയടങ്ങിയ സൗജന്യ ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ കരിയർ കൗൺസിലിംഗ് സെന്റർ, മാനവ വിഭവശേഷി പരിശീലന കേന്ദ്രം, യോഗ ആൻഡ് വെൽനസ് സെന്റർ എന്നിവയും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി ഒരുക്കിയിട്ടുണ്ട്. നെടുങ്കണ്ടത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികളും പൊതുപ്രവർത്തകരും അടക്കം 15 വിശിഷ്ടാതിഥികൾ തിരിതെളിച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ വിജ്ഞാന കേന്ദ്രം ഡയറക്ടർ പ്രൊഫസർ MJ മാത്യു അധ്യക്ഷത വഹിച്ചു. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഫൊറോന ആർച്ച് പ്രീസ്റ്റ് ഫാദർ തോമസ് വട്ടമല, സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാലത്തിനാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷിഹാബ് ഈട്ടിക്കൽ, ജോജി ഇടപ്പള്ളിക്കുന്നേൽ, സംസ്ഥാന സഹകരണ ഫെഡറേഷൻ അംഗം ജോസ് പൊട്ടംപ്ലാക്കൽ, മിസസ് ഇന്ത്യ ഗ്ലോബൽ 2024 ജേതാവ് സോഫിയ ജെയിംസ്, വിവിധ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികളായ പ്രൊഫസർ TA ഫാത്തിമ സുല്ലമി, സിസ്റ്റർ ജസ്റ്റിന ജോസഫ്, പ്രൊഫസർ ദീപ റോസ്, ഡോക്ടർ ജോണിക്കുട്ടി J ഒഴികയിൽ, KS ഷീജ, പ്രൊഫസർ KM മേരിക്കുട്ടി, സെലിൻ മൈക്കിൾ, ഷേർലി K പോൾ, N രാധാമണി, എലിസബത്ത് ഡെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.